കർഷകരെ സംബന്ധിച്ചിടത്തോളം പുത്തൻ പ്രതീക്ഷകളുടെ ദിനം കൂടിയാണ് ഈ കർഷക ദിനം. വറുതിയുടെ കർക്കിടകം മാറി ചിങ്ങം പിറക്കുമ്പോൾ ഇത്തവണ മികച്ച വിളവ് ലഭിക്കണമെന്നതാണ് കർഷകരുടെ പ്രാർത്ഥന. എന്നാൽ സംസ്ഥാന സർക്കാർ നെല്ലിന്റെ സംഭരണ വില നൽകാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും കർഷകർ നേരിടുന്നുണ്ട്. പാലക്കാട്ടെ നെൽ കർഷകർക്കൊപ്പം ചിങ്ങപ്പുലരിയിൽ അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേർന്നത്. അരുൺ, നമ്മൾ പലപ്പോഴും അവരുടെ സങ്കടങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. പലപ്പോഴും സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു അനാസ്ഥ അവർ നമ്മളോട് പങ്കുവച്ചിട്ടുമുണ്ട്. എന്താണ് ഇന്നത്തെ അവരുടെ ഒരു പ്രതീക്ഷ? അവർക്ക് എന്താണ് പറയാനുള്ളത്? രാഖി, സുരേഷ്, ഞാൻ ഈ ചിങ്ങപ്പുലരിയിൽ നിൽക്കുന്നത് നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽവയലുകൾക്ക് മധ്യത്തിലാണ്. പാലക്കാട് തന്നെയുള്ള പാണ്ടിയോട് പാടശേഖരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നെൽവയലുകളിലൊക്കെ ഇങ്ങനെ കതിരിടാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. സാധാരണ ഈ ചിങ്ങം എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പ് കാലമാണ്. മുൻകാലങ്ങളിലൊക്കെ ഈ ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ വയലുകളിലെ കൊയ്ത്ത് ആരംഭിക്കും. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥയുടെയൊക്കെ വ്യതിയാനങ്ങളും മറ്റുമൊക്കെ കാരണം കൊയ്ത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും എല്ലാ വയലുകളിലും കതിരിട്ട് തുടങ്ങുകയാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം. കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു ചിങ്ങത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തവണയെങ്കിലും വലിയ മികച്ച വിളവ് ലഭിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്കൊപ്പം ഈ ചിങ്ങപ്പുലരിയിൽ കുറച്ച് കർഷകർ ചേരുന്നുണ്ട്. ചിങ്ങം പിറന്നിരിക്കുകയാണ്, കർഷക ദിനമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കർഷക ദിനം എന്നുള്ളതിൻ്റെ വലിയ പ്രാധാന്യമുള്ളത് തന്നെയല്ലേ? അത് പണ്ടായിരുന്നു. ഇന്ന് കാലങ്ങളൊക്കെ മാറി. കൃഷിക്കാരെന്നുള്ളത് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ആഹാരം കൊടുക്കുന്ന അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ സർക്കാരും മറ്റെല്ലാ തരത്തിലുള്ള ആൾക്കാരും കർഷകനെ വഞ്ചിക്കുകയാണ്. അവൻ്റെ ഉൽപ്പാദന ശേഷിക്ക് അനുസരിച്ചുള്ള വിലയല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 5 മാസം ഞങ്ങൾ കൃഷി ചെയ്യണം. ആ നെല്ല് കൊടുത്തിട്ട് 5 മാസമായി, ഇനിയും പൈസ കിട്ടിയിട്ടില്ല. എപ്പോൾ കിട്ടുന്ന പ്രതീക്ഷയില്ല. പിന്നെ ഓണത്തിനും ഈ ചിങ്ങം ഒന്നിനും എന്ത് പ്രസക്തി? ഞങ്ങൾക്ക് ചിങ്ങം ഒന്നില്ല. ചിങ്ങം ഒന്നുള്ളത് പണ്ട് കർഷകൻ്റെ ദിനമായിരുന്നു. ഇന്ന് ഉണ്ണുന്നവൻ്റെ ദിനമാണത്. ഞങ്ങളുടെ നെല്ല് കൊണ്ടുപോയി അരച്ച് അരിയാക്കി ഭക്ഷണം കഴിച്ചിരിക്കുന്നവൻ ഒന്ന് ഓർക്കണം, ഇത് ഉണ്ടാക്കിയ കർഷകനെ. അതിനാണ് കർഷക ചിങ്ങം ഒന്ന്. ആരോർക്കാൻ? സർക്കാർ ഇവിടെ 156 കോടി രൂപ ഇപ്പം വേണം. അത് എന്ന് കിട്ടും എന്നുള്ളത് ഇപ്പോഴില്ല. പിന്നെ കർഷക ദിനത്തിനും ഓണത്തിനും കർഷകന് ദുഃഖം മാത്രമേ ഉള്ളൂ. അതായത് ഈ രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞിട്ട് 300 കോടിയിലേറെ രൂപ പാലക്കാട് നൽകാനുണ്ടായിരുന്നു. ഇപ്പം അതിൽ 156 കോടിയോളം രൂപ ഇനിയും നൽകിയിട്ടില്ല. കർഷകർക്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തിയിട്ടില്ല എന്നുള്ളതിനാണ്. തീർച്ചയായും ഇവിടെ 600 കോടി രൂപയുടെ നെല്ലാണ് സെക്കൻഡ് ക്രോപ്പിനുണ്ടാകുക. പാലക്കാടിൽ കുറച്ചൊക്കെ കൊടുത്തു. ഇനി 156 കോടി രൂപ കൊടുക്കാനുണ്ട്. മാത്രമല്ല കർഷകൻ രണ്ടാം വിള ഇറക്കി പണം കിട്ടാത്തത് കൊണ്ട് ഒന്നാം വിളയ്ക്കുള്ള കൃഷി പണി കർഷക തൊഴിലാളികൾക്ക് കൂലി കൊടുത്തിട്ടില്ല. അവരോട് കടം പറഞ്ഞിരിക്കുകയാണ്. ട്രാക്ടർ വാടക കൊടുത്തിട്ടില്ല, അവരോട് കടം പറഞ്ഞിരിക്കുകയാണ്. രാസവളം വാങ്ങിയ സ്വകാര്യ വ്യക്തിയോട് കടം പറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം ദിവസേന കർഷകൻ്റെ വീട്ടിൽ വരികയാണ്. കർഷകൻ പറയുന്നത് നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ട് തരാമെന്നാണ് പറയുന്നത്. വളരെ ദുഃഖത്തിലാണ് കർഷകൻ്റെ കാര്യം. ഇത് കർഷകന് കൊടുക്കണം. വില കൊടുത്തിട്ട് നിങ്ങൾ ഈ ചിങ്ങം ഒന്ന് ആഘോഷിക്കുന്നതാണ് സർക്കാരിൻ്റെ ഏറ്റവും ഗുണകരം. അല്ലാതെ കർഷകനെ വഞ്ചിച്ചിട്ടുള്ള ചിങ്ങം ഒന്ന് കർഷകൻ്റെ ദുരിതത്തിന് മാത്രമാണ്. ഇത് ചിങ്ങം ഒന്ന് കർഷകൻ്റേതല്ല. നെല്ലിൻ്റെ വില നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല? ഒന്നും ലഭിച്ചിട്ടില്ല. ഇതിപ്പോൾ അടുത്ത ഇയാളെ പറഞ്ഞ പോലെ തന്നെ എല്ലാം പരമാർത്ഥമാണ്. അതിന് പേരിൽ ഇനിയിപ്പോൾ അടുത്ത് ഈ പഞ്ച ചെയ്തത് തന്നെ കടം വാങ്ങിയിട്ടുള്ളതാണ്. കടം വാങ്ങി കൃഷി ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കടക്കാർക്ക് കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്കും കിട്ടാൻ്റെ മോനെ ബുദ്ധിമുട്ട് തന്നെയാണ്. വണ്ടി പൂട്ടി എൻ്റെ പൈസ കൊടുത്തിട്ടില്ല. വളം വാങ്ങണ്ടേ, ഞങ്ങൾക്ക് എല്ലാതും ഇറക്കണ്ടേ, ഒന്നിനും വഴിയില്ല. അപ്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ പോണു. ഒരുപാട് പേരുണ്ട് ഇവിടെ. എല്ലാവരും ഒരു 99% ആൾക്കാരും, കുറച്ച് വലിയ കൃഷിക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവർക്കുള്ള ശേഷി ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ചെറുകിട ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ കൂലി കൊടുക്കണം, ട്രാക്ടർ വാടക പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നിലവിൽ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഏതൊരു സാധനം വാങ്ങുമ്പോൾ ആദ്യം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങുക. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്നാണെങ്കിലും സപ്ലൈക്കോ വന്ന് അരി വാങ്ങുകയാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ 7-8 മാസം നമ്മൾ ഈ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടും നമുക്ക് ആ പൈസ ലഭിക്കാൻ നമുക്ക് 1 വർഷത്തോളം നീണ്ടു നിൽക്കുകയാണ്.
അപ്പോൾ നമ്മളിത് എങ്ങനെ മുന്നോട്ട് പോകും തന്നെ ആകെ ഒരു ദുരിതത്തിലാണ് ഇവിടുത്തെ കർഷകർ മൊത്തം. ഒരുപാട് കർഷകർ ചേരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ തന്നെയാണ് ഇത് തന്നെയാണ്. നമ്മൾ സ്വർണം പണയം വെച്ചിട്ടാണ് നമ്മൾ ഓരോ കൃഷി പോവലെടുക്കുന്നത്. അത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്നുണ്ട്. ഇപ്പോൾ ഓണം ഭയങ്കര കഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ ഓണക്കാലത്തും പൈസ കിട്ടാണ്ടിരുന്ന ഓണം വലിയ ബുദ്ധിമുട്ടാവില്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ നിലയിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തൂങ്ങിച്ചാണ്ടായിട്ട് വരും. അത്രയേ ഉള്ളൂ. എന്താ കാരണം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതപ്പറ്റി ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ചങ്ങല കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് വളമൊക്കെ ഇറക്കി വയ്ക്കുന്നത്. അതിനും എടുക്കാൻ വഴിയില്ല. അത്രേ. ഓണം ആഘോഷിക്കാനും പറ്റും? ഒന്നും പറ്റില്ല. മാർച്ച് 10-ാം തീയതി കൊയ്ത നെല്ലാണ് കഴിഞ്ഞത്. ഇപ്പോൾ ആഗസ്റ്റ് ഇത്രയായി, 6 മാസമായി. അപ്പോൾ അയാൾ പറഞ്ഞ പോലെ ഈ 6 മാസത്തിനുള്ളിൽ ഇത് ഇവിടെ രണ്ടാമത്തെ കൃഷി ഇറക്കും. ഈ ഫസ്റ്റ് കൃഷി ഇറക്കാനുള്ള കാശ് എവിടെ നിന്നാണ്? ഇത് മുഴുവനും കടമാണ്. ഇതിപ്പോൾ കള വഹിക്കാതെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ കള വലിച്ചാൽ അവർക്ക് കൂലി കൊടുക്കാനില്ല. അപ്പോൾ അത് കിടക്കട്ടെ, കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഈ സപ്ലൈകോ ഉദ്യോഗസ്ഥർക്കൊക്കെ ഓണത്തിന് കൃത്യമായിട്ട് അവർക്ക് ബോണസ് മറ്റോ കിട്ടും. നിങ്ങൾക്ക് ഓണത്തിന് ഉടുപ്പ് വാങ്ങാനും? ഞങ്ങൾക്ക് ഓണത്തിന് ഒന്നും വേണ്ട, നെല്ലിൻ്റെ പൈസ കിട്ടിയാൽ മതി. എന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയാണല്ലേ ഓണം പോലും ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അതെ, അതായത് കഴിഞ്ഞ വർഷം കൊയ്തെടുത്തിട്ടുള്ള നെല്ലിൻ്റെ വില പോലും ഈ ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ വർഷത്തെ ഈ പൊയിൽ എങ്ങനെ നടത്തും, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൃഷി ഇറക്കും എന്നുള്ള ആശങ്കയിലാണ് കർഷകരുള്ളത്. ഈ ഓണം കർഷകരുടെ ദിനമായിട്ട് ചിങ്ങമൊന്നും ആചരിക്കുകയാണെങ്കിലും ഇന്ന് വഞ്ചനയാണ് കർഷകർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതെ അവരെ ഓണത്തിൽ നിന്ന് അവരെ കടക്കണിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നയം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് കർഷകർക്ക് അർഹതപ്പെട്ടിട്ടുള്ള പൈസ എത്രയും പെട്ടെന്ന് ഓണത്തിന് മുമ്പായി തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഓണത്തിന് മുമ്പെങ്കിലും പൈസ തരണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. നമ്മൾ പണ്ട് പഴമക്കാർ പറയാറുണ്ട്, ഓണം ഉണ്ണാണെങ്കിൽ നമ്മളെ വിൽക്കണ്ട, നമ്മളെ ഭൂസ്വത്ത് കാണാൻ പറ്റും ഓണം ഉണ്ണെന്നുള്ള ചൊല്ല് ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. കർഷകർ ദുരിതത്തിലാണ്. അത് അറിഞ്ഞുകൊണ്ട് അറിയാത്ത രീതിയിൽ നടക്കുകയാണ് ഭരണപക്ഷം. ഓണം ആഘോഷിക്കാൻ ഒരു വഴിയില്ല. കർഷകർ ദുരിതത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ ചിങ്ങം ഒന്നായിട്ട് കാർഷിക ദിനം പോലും ആചരിക്കേണ്ട ഒരു ഇതുമില്ല. സന്തോഷത്തിലല്ല ഈ കർഷകത്തിലല്ല, ദുരിതത്തിൽ തന്നെ, സങ്കടത്തിലാണ് ഇപ്പോൾ എല്ലാവരും കർഷകർ. ഈ നെല്ലിന്റെ വിലയിലേക്ക് വരുന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്ന് മുമ്പ് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ നിരന്തരം പറയും. ഇപ്പോൾ UDF അതേ പല്ലവി ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറേ വർഷങ്ങളുടെ കണക്ക് ഇനിയും കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കണക്ക് പോലും കൃത്യമായി നൽകാതെ കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ? തീർച്ചയായും. കാരണം നെല്ല് സംഭരണത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ 90% വില കൊടുക്കും. നെല്ലിൻ്റെ സംഭരണത്തിൻ്റെ വില കൊടുക്കും. ആ പൈസ സർക്കാർ എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കറിയണം. അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. പിന്നെ പിണറായി സർക്കാരും ഈ സർക്കാരും പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാനില്ലെന്നാണ്. എന്താണ് കാരണം? ഇവർ 2019-20 തൊട്ട് ഒരു വിളവിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല. സംഭരിച്ച നെല്ലിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല. കണക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടെ തടഞ്ഞു വെച്ച പൈസ കിട്ടുമായിരുന്നു. അത് എന്തുകൊണ്ട് ഇവർ കണക്ക് കൊടുത്തില്ല? കണക്ക് കൊടുക്കാത്തതാണ് പൈസ കിട്ടാത്തത്. പൈസ സർക്കാരിൻ്റെ അനാസ്ഥയാണ്. ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാനുള്ള നടപടി സർക്കാർ ചെയ്യണം. ഈ പുതിയ സർക്കാർ വന്നപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരും ഇപ്പോൾ ചെറിയ കണ്ണിൽ പൊടിയിടുന്ന ഇവിടെ തന്നെ പാലക്കാടിൻ്റെ ചില കർഷക സംഘടനകൾ ഇന്ന് പ്രതിഷേധിക്കാനൊന്നുമില്ല, സർക്കാരുമായിട്ട് സഹകരിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം ഒരു വിഭാഗം കർഷകരെ കയ്യിലെടുത്ത് മറുവിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണോ? അത് സർക്കാർ അനുകൂല സംഘടനകളാണ്, കർഷക സംഘടനകളാണ് ഇന്നത്തെ ചിങ്ങം 1 ആഘോഷിക്കുന്നത്. യഥാർത്ഥ കർഷകർ അതിന് ഈ ചിങ്ങം 1 കരിദിനമായിട്ടും പഞ്ചല ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം പണമില്ല. 6 മാസമായി പണമില്ല. പലരും പല ഭാഗത്തും ഭൂമി തരിച്ചിട്ടിരിക്കുകയാണ് പണമില്ലാത്തത് കൊണ്ട്. പിന്നെ ഇപ്പോൾ കളവലിക്കാനും അതിനും പൈസയില്ല. ഏതായാലും 1-ാം വിളവ് കമ്മിയായിരിക്കും. എന്തായാലും കർഷക ദിനത്തിൻ്റെ മുമ്പ് സർക്കാർ കർഷകർക്ക് കൊടുക്കേണ്ടതായ പൈസ, നെല്ലിൻ്റെ വില ഓണത്തിന് മുമ്പ് കൊടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ. മാത്രമല്ല ഉൽപ്പാദന ബോണസ് തുടങ്ങിയവർ 4-5 വർഷമായിട്ട് സർക്കാർ കൊടുത്തിട്ടില്ല. പിണറായി സർക്കാർ കൊടുത്തിട്ടില്ല. ഈ സർക്കാർ ഇപ്പോഴും 3 മാസമല്ലേ വന്നിട്ടുള്ളൂ. ഇതും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നെല്ലിൻ്റെ വില തന്നെ ഉൽപ്പാദന ചെലവിനനുസരിച്ച് നെല്ലിൻ്റെ വിലയല്ല സർക്കാർ തരുന്നത്. സർക്കാർ കഴിഞ്ഞ തവണ കേന്ദ്രത്തിലേക്ക് കൊടുത്തത് 31.5 രൂപയാണ്
റേറ്റ് എന്നാണ് പറഞ്ഞത്, ഉൽപ്പാദന ചെലവ്. അതേപോലെ കഴിഞ്ഞ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 35 രൂപയെങ്കിലും 1 കിലോ നെല്ലിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിലേറിയത്. ഇപ്പോൾ 30 നെല്ലിൻ്റെ വില കൊടുക്കാതെയാണ് സർക്കാർ കയറിയിരിക്കുന്നത്. ഇന്നത്തെ ഈ വഞ്ചനാ ദിനമായി കർഷകർ ആചരിക്കണം എന്ന് മാത്രം ഞങ്ങൾക്ക് പറയാം. അതുതന്നെയാണ് ഈ പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് 35 രൂപ നെല്ലിന് സംഭരണ വില നൽകും എന്നൊക്കെ പറഞ്ഞും കൃത്യമായിട്ട് സംഭരണ വില നൽകും എന്നൊക്കെ പറഞ്ഞാണ് ഇവർ അധികാരത്തിലേറിയത്. പക്ഷേ ഇപ്പോൾ അധികാരത്തിലേറി ഇത്രയും മാസം പിന്നിട്ടു, ഈ കർഷകർക്ക് കൃത്യമായിട്ട് നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോഴും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് സംഭരണ നടപടികളൊക്കെ നടന്നത്. പക്ഷേ അതിനുശേഷം പുതിയ സർക്കാർ ഈ അധികാരമേറ്റ സമയത്തെങ്കിലും ഈ കർഷകരുടെ പ്രശ്നങ്ങളിലൊരു പരിഹാരം ഇവർക്ക് കാണാമായിരുന്നു. പക്ഷേ ഓണക്കാലത്തും നെല്ലിന് കൃത്യമായിട്ട് വില ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ കർഷക ദിനത്തിൽ കർഷകർ പ്രധാനമായിട്ടും പറയുന്നത്. ഏകദേശം 150 കോടിയിലേറെ രൂപ പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് മാത്രം സർക്കാർ വിതരണം ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. ഓണത്തിന് മുൻപായിട്ടെങ്കിലും കർഷകർക്ക് ഈ തുക നൽകുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ബജറ്റിൽ നെല്ലിന് സംഭരണ വില വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഉൽപ്പാദന ബോണസ് ഉൾപ്പെടെ കാലങ്ങളായിട്ട് ഇങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിലൊക്കെ ഒരു പരിഹാരം വേണം. 35 രൂപ നെല്ലിന് സംഭരണ വിലയാക്കുമെന്ന് പറഞ്ഞ സർക്കാർ അത്തരത്തിൽ നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് കർഷകർ പങ്കുവെക്കുന്നത്. നിലവിൽ ഏതായാലും കർഷക ദിനമാണ് ചിങ്ങം 1. പക്ഷേ നെൽവയലുകളിൽ നിന്ന് ഉയരുന്നത് കർഷകരുടെ കണ്ണീരാണ്, അവരുടെ വേദനയാണ് അവർ ഈ ദിവസവും പങ്കുവെക്കുന്നത്. ശരി അരുൺ, അതായത് അല്ലേ കർഷകരുടെ പറഞ്ഞതുപോലെ തന്നെ ഒരു കർഷക ദിനമാണ്. പക്ഷേ സങ്കട കഥകൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ സർക്കാരും അവരെ അവഗണിച്ചു. ഇനി പുതിയ സർക്കാർ വരുമ്പോൾ അവരെങ്കിലും ചേർത്ത് പിടിക്കുമെന്ന് കരുതി. പക്ഷേ കാര്യം തഥൈവ. അതെ, എന്തായാലും അവർ വലിയ നിരാശയിലാണ്. അവരുടെ സങ്കടം കാണുമ്പോൾ ഈ ചിങ്ങപ്പുലരി നമുക്കും വല്ലാത്തൊരു സങ്കടമുണ്ട് അല്ലേ? അതെ അതെ, കാരണം പ്രത്യേകിച്ച് കർഷകരാണ്, ആ കർഷക ദിനമാണ്. പക്ഷെ അവർക്ക് പറയാൻ ഒരു പ്രതീക്ഷയുടെ ഇത് മാത്രം പോലും ഇല്ല അല്ലെ? കാരണം അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനിയെങ്കിലും അവർ പറഞ്ഞത് കേട്ടോ, ഈ പുതിയ ഓണക്കോടി, പുതിയ വിഭവങ്ങൾ, അതൊന്നുമല്ല, നമുക്ക് ഈ നെല്ലിനുള്ള പൈസ കിട്ടിയാൽ മതി. അതായത് അവർ പറഞ്ഞു കേട്ടല്ലോ, അതായത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളതാണ്. അവർ വീട്ടിലുള്ള ഈ സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ചിട്ട് ഉപജീവനം നടത്തേണ്ട ഒരു അവസ്ഥ.